ചെൽസി യൂറോപ്പ കോൺഫറൻസ് ലീഗ് ചാമ്പ്യൻസ്. ആദ്യ കിരീടമോഹം പൊലിഞ്ഞ റിയൽ ബെറ്റിസ്. നിറകണ്ണുകളോടെ ഗാലറി. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡൺബർഗ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ ഫൈനൽ അതാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഫുട്ബോൾ ലോകം മുഴുവൻ ആഗ്രഹിച്ചിരുന്നത് റിയൽ ബെറ്റിസിന്റെ ഒരു വിജയമായിരുന്നു. കാരണം ചാമ്പ്യൻസ് ആകുക, അല്ലെങ്കിൽ ചെൽസി ചാമ്പ്യൻസ് ആകുക, ചെൽസി കപ്പടിക്കുക, അത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റിയൽ ബെറ്റിസിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലിയ പുതുമയാർന്ന ഒരു സംഭവമായിരുന്നു. അവരുടെ ആദ്യ കിരീടം അത് അവരുടെ ഒരു മോഹമായിരുന്നു. അത് ആന്റണിയിലൂടെ അവർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അത് എന്തായാലും അവസാനം നമ്മൾ കലോടക്കിയാന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു സംഭവമായി പോയി. ഒരു 65 മിനിറ്റ് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. അതുവരെയുള്ള മാച്ച് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം. ആദ്യത്തെ 9ാമത്തെ മിനിറ്റിൽ തന്നെ റിയൽ ബെറ്റിസ് സ്കോർ ചെയ്തിരുന്നു 1-0. പക്ഷെ റിയൽ ബെറ്റിസ് കട്ടക്കി കളിച്ചു എന്നുള്ളതാണ് 65 മിനിറ്റ് വരെ. അതായിരുന്നു കളി. ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് വെച്ചാല് ആദ്യത്തെ അവര് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ ഇടുക, പിന്നീട് ഡിഫൻസ് ചെയ്യുക എന്നുള്ള പക്ക ഒരു പ്ലാനിലാണ് റിയൽ ബെറ്റിസ് കളിച്ചത് എന്നുള്ളത് നമുക്ക് കളി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു. ശരിക്കും ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു. നന്നായിട്ട് ചെൽസി പെട്ടിരുന്നു ആദ്യ സമയത്ത്. ചെൽസി ശരിക്കും പെട്ടു. പക്ഷെ ആ അറ്റാക്ക് അവര് എന്താ പറയുക, അറ്റാക്കിലൂടെ അവരൊരു ഗോള് കണ്ടെത്തുകയും ചെയ്തു. അവരുടെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ ഡിഫൻസിലേക്ക് പോയി. മാക്സിമം ചെൽസി ഇല്ലടാ ഞങ്ങൾ തരില്ല, ഈ കപ്പ് ഞങ്ങൾക്ക് വേണം എന്ന ഒരു മെന്റാലിറ്റിയിലായിരുന്നു ശരിക്കും റിയൽ ബെറ്റിസിന്റെ ഓരോ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 65ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ഹെഡറിലൂടെ ചെൽസി ഈക്വലൈസ് ആകുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു എന്താ പറയാ, റിയൽ ബെറ്റിസിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്ന ഒരു സംഗതിയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. 65 മിനിറ്റ് വരെ ആഘോഷിച്ച് നിന്നിരുന്ന ഒരു ഗാലറി പെട്ടെന്ന് പിന്നീട് അങ്ങോട്ടൊരു 70ാമത്തെ മിനിറ്റ് മുതൽ, അതായത് ചെൽസിയുടെ 2ാമത്തെ ഗോളിന് ശേഷം പിന്നീട് ആ ഗാലറി മുഴുവൻ ഒരു എന്താ പറയാ, ഒരു വിഷമത്തിന്റെ, ഒരു കരച്ചിലിന്റെ ഒരു കളമായി മാറുകയാണ് പിന്നെ ചെയ്തത്. ശരിക്കും നമുക്ക് ശരിക്കും വിഷമം വരുന്നുണ്ടായിരുന്നു കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇടയ്ക്ക് ഗാലറി ഒക്കെ കാണിക്കുമ്പോൾ ആ 3ാമത്തെ ഗോളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാൻചോയുടെ 3ാമത്തെ ഗോളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് തീർന്നു. ബെറ്റിസിന്റെ ആരാധകര് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും, അതായത് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും എല്ലാവരും കരയുകയാണ്. ഭയങ്കര സഹായനെ പോലെ ഇരുന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗാലറിയാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് കണ്ടത് എന്നുള്ളതാണ്. ശരിക്കും ഫുട്ബോൾ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നീട് എന്താ പറയാ, ആന്റണിയെ സംബന്ധിച്ച് ഇന്നത്തെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ആന്റണിയിലേക്ക് കൂടുതൽ ബോളുകളൊന്നും ചെന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം റൈറ്റ് വിങ്ങിലൂടെ കളി ഉണ്ടായിരുന്നില്ല. കാരണം മിഡിൽ നിന്ന് റൈറ്റ് വിങ്ങിലോട്ട് കളി വരുന്നുണ്ടായിരുന്നില്ല. മുഴുവൻ ലെഫ്റ്റ് വിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമായിരുന്നു കളി പൊക്കോണ്ടിരുന്നത്. എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു. പിന്നെ ആന്റണി കുറെ ഇന്റർസെപ്ഷൻസ് നടത്തുന്നുണ്ടായിരുന്നു. അത് ശരിക്കും അത് ടീമിന് കുറെ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ബോണസ് വരെ എടുക്കാൻ പലപ്പോഴും ആന്റണിയുടെ ഇന്റർസെപ്ഷൻസ് ഇന്ന് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 65 മിനിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിയൽ ബെറ്റിസിന്റെ പ്ലാനിങ്ങും ഗെയിമും കളിയും ഒക്കെ ഓക്കെ, പക്ക പെർഫെക്റ്റ്. ചെൽസിയെ പോലെ ഒരു വലിയ ടീമിന്റെ അടുത്ത് റിയൽ ബെറ്റിസിനെ പോലെ ഒരു ചെറിയ ടീം കളിക്കുമ്പോൾ എങ്ങനെ ചെൽസിയെ പിടിച്ച് കെട്ടാം എന്നുള്ള ആ ഒരു പക്ക രീതിയിലാണ് റിയൽ ബെറ്റിസ് കളിച്ചു വന്നത്. പക്ഷെ ഒരു ആഫ്റ്റർ 70 മിനിറ്റ്സ്, അത് 70 മിനിറ്റിന് ശേഷം പിന്നീട് റിയൽ ബെറ്റിസിന്റെ കയ്യിൽ നിന്ന് മുഴുവൻ പോവുകയായിരുന്നു. ചെൽസിയെ സംബന്ധിച്ചറിയോ, ചെൽസിക്കൊക്കെ ഒരു പഴുത് കിട്ടിയാൽ മതി, അവിടുന്ന് ചെൽസിയൊക്കെ പിന്നീട് കയറും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാൻ, ശരിക്കും ഡിസപ്പോയിന്റഡ് ആണ് ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് റിയൽ ബെറ്റിസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. കാരണം റിയൽ ബെറ്റിസിന്റെ ആ ഒരു എന്താ പറയാ, അവരുടെ ഒരു ആദ്യ കിരീടം, അതേപോലെ ആന്റണി ഒരു മെയിൻ പോയിന്റ് ആയിരുന്നല്ലോ നമ്മുടെ. അപ്പോൾ എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് റിയൽ ബെറ്റിസ് അടിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവം ആയിരുന്നു. അത് ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. പക്ഷെ ചെൽസി അടിച്ചതിൽ അത്ര വലിയ കാര്യമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ് എൻസോ ഫെർണാണ്ടസ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻസോ ഫെർണാണ്ടസിനെ പോലെ അഹങ്കാരിയായിട്ടുള്ള ഒരു പ്ലെയർ ഈ അടുത്ത കാലത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം ആളിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്, ആള് ഭയങ്കര അഹങ്കാരിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആന്റണിയുമായിട്ടുള്ള ആ ഒരു ചെറിയ പ്രശ്നം. ആള് താഴെ വീണ് കിടക്കുന്ന സമയത്ത് ആന്റണി ചെന്നിട്ട് കൈ കൊടുത്ത് എണ്ണീപ്പിക്കാനുള്ള പരിപാടിയിൽ ചെന്ന് കൈ കൊടുക്കുന്നു, സംസാരിക്കുന്നു. പെട്ടെന്ന് ആള് കൈയൊക്കെ തട്ടി മാറ്റി നീ ആരുടെ എന്നെ തൊടാനുള്ള ഒരു മട്ടില് ഒരു ഷോ ഓഫ് ഒക്കെ ഇടുന്നു. രണ്ടുപേരും തമ്മിൽ പ്രശ്നമാകുന്നു. നമ്മൾ ഇതേ ആളുടെ ഗ്രൗണ്ടിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഈ എൻസോ ഫെർണാണ്ടസിന്റെ ഗ്രൗണ്ടിലുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് ആളുടെ ആറ്റിറ്റ്യൂഡ്. കാരണം നമ്മൾ കഴിഞ്ഞ ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരത്തിൽ കണ്ടതാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ആള് അങ്ങോട്ട് എന്താ, ചിലപ്പോൾ ഒരു റൈവലറി ഒക്കെ നടക്കുമ്പോൾ ചെറിയൊരു ഉടക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിടിച്ചോടുണ്ടാകുന്നു, സംസാരം ഉണ്ടാകുന്നത് പോലെ അല്ല. പുള്ളി വന്നിട്ട് കുറെ കോക്കറി ഒക്കെ കാണിക്കുന്നു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഒരു സ്പോർട്സ്മാനിന് ചേർന്നിട്ടുള്ള ഒരു സാധനം അല്ല അതൊന്നും. അപ്പോൾ ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മെച്യൂരിറ്റിയുടെ ആണ്, പ്രായത്തിന്റെ ആവാം.
പിന്നീട് ഒന്നും കിട്ടാതിരുന്ന ഒരു നാഷണൽ ടീമിനെ എല്ലാം പെട്ടെന്ന് ഒരു 3-4 വർഷം കൊണ്ട് പെട്ടെന്ന് എല്ലാം കിട്ടിയതിന്റെ ഒരു അഹങ്കാരമായിരിക്കാം. ആൾക്കതൊക്കെ അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് എല്ലാവരുടെ അഭിപ്രായമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ആളുടെ ആറ്റിറ്റ്യൂഡ് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആള് വന്ന് കളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആളിന് ഇപ്പം അർജന്റീനയ്ക്ക് ആണെങ്കിൽ കൂടെ ആള് കളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പലതും കഴിഞ്ഞു എന്നതിന്റെ ഒരു അഹങ്കാരമാണ് ആളെ കൊണ്ട് ഇതൊക്കെ കാണിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ. പിന്നീട് നമ്മൾ മത്സരത്തിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ റയൽ ബെറ്റിസ് ആദ്യ ഒരു 10-15 മിനിറ്റിൽ കളിച്ച ആ ഒരു അറ്റാക്ക് പിന്നെയും തുടരുകയായിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാക്കാമായിരുന്നു. അവർക്ക് ഈ ഒരു ഗോളെന്നല്ല 1-2-3 ഗോളുകൾ സ്കോർ ചെയ്യാമായിരുന്നു. ഇവർ ഈ ഒരു ഗോൾ മാത്രം വെച്ചിട്ട് ഡിഫൻസിലേക്ക് പോയതാണ് ഈ തോൽവിയുടെ ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെൽസി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചെൽസി തുടരെ അറ്റാക്കുകൾ ചെയ്യുകയായിരുന്നു. ഇപ്പൊ 2 ഗോൾ അടിച്ചതിന് ശേഷവും പിന്നെയും ചെൽസി 2 ഗോൾ അടിച്ചപ്പോഴത്തേക്ക് ഏകദേശം 70 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ചെൽസിക്ക് ഡിഫൻസിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ചെൽസി ഡിഫൻസിന് പോകുന്നില്ല. ചെൽസി വീണ്ടും അറ്റാക്കിന് തന്നെ പോകുന്നു, 4 ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പോൾ ഇതേപടി അവർക്കും അറ്റാക്ക് ചെയ്ത് കളിക്കാമായിരുന്നു. അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് ചെൽസിക്ക് വേണമെങ്കിൽ കുറെ ഡിഫൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ പക്ഷെ ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. റയൽ ബെറ്റിസ് ഡിഫൻസിലേക്ക് പോയപ്പോഴത്തേക്ക് ചെൽസി അവരുടെ അറ്റാക്കിന്റെ മൂർച്ച കൂട്ടുന്നു, അത് വിജയം കാണുന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവര് കൂടുതൽ ഡിഫൻസിലേക്ക് പോയതാണ് റയൽ ബെറ്റിസിന്റെ പ്രോബ്ലം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ചെൽസിയാണ് ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി ചെൽസിയുടെ ആഘോഷമാണ്, ചെൽസിയുടെ രാവാണ്, ചെൽസിയുടെ എല്ലാമാണ്. എന്തായാലും ചെൽസിയും ആരാധകരും ആഘോഷിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിന് PSG എങ്കിലും അടിക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത്. എന്തായാലും ഓക്കെ, താങ്ക് യു.